ഡിസംബറില് വീടൊക്കെ ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. ഇപ്പൊ ഇതൊക്കെ എടുത്തു മാറ്റല് ഒരു ബാധ്യതയായിട്ടാ തോന്നണത്. കഴിഞ്ഞ ദിവസം ചുമ്മാ ഇങ്ങനെ തെണ്ടിത്തിരിയാൻ വേണ്ടി പോയപ്പോ കുറച്ച് നല്ല ഡെക്കോർസ് കണ്ടായിരുന്നു. കണ്ടപ്പോ ഇവര് നമ്മുടെ കുടുംബത്തിൽ നല്ലോണം ചേരും തോന്നി. എങ്ങനെയുണ്ട്? നമുക്ക് കുഞ്ഞാപ്പൂന്റെ പൊസിഷൻ ചെറുതായിട്ടൊന്ന് മാറ്റിയാലോ? ഞങ്ങള് തമ്മിലേ +2 തുടങ്ങിയ ബന്ധാ. ഇപ്പൊ ഏകദേശം 14 കൊല്ലായി. എന്റെ ഒപ്പം പുള്ളി വളാഞ്ചേരി ആംസ്റ്റർഡാം എത്തി. എത്ര പെട്ടെന്നല്ലേ സമയം പോണേ. സമയം എങ്ങനെയൊക്കെ പോയാലും വിന്ററിൽ ഇവിടെ പുളിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് ദോശമാവ്. ദോശക്കെന്തിനാ ഇത്ര പച്ചക്കറി എന്നല്ലേ? ഹോ, ഇതിന്റെ തെറാപ്പി ടൈമാണ്. ദിവസത്തെ വിഷമം മുഴുവൻ അങ്ങോട്ട് കരഞ്ഞു തീർക്കാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയേ പച്ചക്കറി. നമുക്കിന്ന് ദോശയ്ക്ക് കുറച്ച് ഫോസ്ഫറസും കാൽഷ്യം പ്രോട്ടീനും ആഡ് ചെയ്താലോ? ഇതൊക്കെ മൂന്നായി ആഡ് ചെയ്യൽ ഒരു പണിയല്ലേ? പകരം നമുക്ക് ദോശയ്ക്ക് ഒരു അപ്ഗ്രേഡ് കൊടുക്കാം. പനീർ ദോശ. ദോശയോ? അത് ഇവിടുന്ന് വന്നു. ദോശ അത് മതി. പാൻ വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റി മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയതിനു ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് പനീർ ആഡ് ചെയ്യാം. ഇനി അലങ്കാരത്തിനും അലങ്കോലത്തിനും വേണ്ടി കുറച്ച് മല്ലിയില. അയ്യവ, നമ്മുടെ പനീർ മസാല റെഡി. നാട്ടിൽ നിന്ന് കൊടുന്ന് നല്ല ശുദ്ധമായ പശുമ്പാലിൽ ഉണ്ടാക്കിയെടുത്ത നെയ്യാണേ. ദോശയൊന്ന് കറുമുറുന്നായതിനു ശേഷം കുറച്ച് ചീസ് ആഡ് ചെയ്യുക, പനീർ മസാല ആഡ് ചെയ്യുക, കുറച്ചും കൂടെ ചീസ് മുകളിൽ വെതറി മടക്കിയെടുത്ത് കറുമുറുന്ന് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ, ഓഹ്, കുറച്ചൊരു ഹൈ കാലറിയാണ്. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് ഒന്നും നടക്കാൻ മറക്കണ്ട. അല്ലെങ്കിൽ ഇങ്ങനെ കാലറി ബേൺ ചെയ്താലും